പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചും ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്കറിയാം, ഉത്ഭവമാണോ സൃഷ്ടിയാണോ? ഉദ്ഭവമാണോ സൃഷ്ടിയാണോ എന്നതാണ് പ്രശ്നം. ഇപ്പോഴത്തെ ഈ 21-ാം നൂറ്റാണ്ടിലും സൃഷ്ടിയാണ് എന്ന് കരുതുന്നവരുണ്ട്. അതല്ല, ഉദ്ഭവിച്ചതാണ്, പരിണമിച്ചതാണ് എന്ന് ശാസ്ത്രം തെളിയിക്കുന്നുണ്ടെങ്കിലും സൃഷ്ടി ആണ് ഇപ്പൊ സമൂഹത്തില് ബഹുഭൂരിപക്ഷം ആൾക്കാരും വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷെ അതല്ല എന്ന്, പ്രത്യേകിച്ച് പ്രപഞ്ചം ആര് സൃഷ്ടിച്ചു? അതായിരുന്നു ആദ്യത്തെ ചോദ്യം. ആ ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ പറയുന്ന മതങ്ങളിൽ നിന്നാണെങ്കിലും മറ്റു സമൂഹങ്ങളിൽ നിന്നാണെങ്കിലും ഉള്ള സൃഷ്ടി കഥകൾ വരുന്നത്. അതുപോലെ തന്നെയാണ് മനുഷ്യരെ ആര് സൃഷ്ടിച്ചു? ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം. പണ്ടുള്ളവരും ഒക്കെ ചോദിച്ചത്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ അങ്ങനെ ചോദിക്കാം, മനുഷ്യരെ ആര് സൃഷ്ടിച്ചു? അതിൽ ചോദ്യത്തിൽ നിന്നാണ് സൃഷ്ടി കഥകൾ ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ അറിയാം, ശാസ്ത്രം ചോദിക്കുന്നത് ഈ ചോദ്യമൊക്കെ മാറ്റി, ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യം മാറ്റി നമ്മൾ എങ്ങനെയാണ് ആവിർഭവിച്ചത്, പ്രപഞ്ചം എങ്ങനെ ആവിർഭവിച്ചു, അല്ലെങ്കിൽ ജീവൻ എങ്ങനെ ആവിർഭവിച്ചു, മനുഷ്യൻ എങ്ങനെ ആവിർഭവിച്ചു എന്നതിലേക്ക് ആ ചോദ്യം മാറ്റി. അങ്ങനെ ചോദ്യം മാറ്റിയപ്പോഴാണ് നമുക്ക് ശാസ്ത്രത്തിന്റെ പിൻബലത്തോടുകൂടി ഇതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവ് നമുക്ക് കിട്ടിയത്. അപ്പൊ ആ ചോദ്യമായിരുന്നു പ്രധാനം. നമ്മളിവിടെ നോക്കുന്നതും മനുഷ്യൻ എവിടെ, എന്ന്, എപ്പോൾ ആവിർഭവിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, ശാസ്ത്രത്തിന്റെ രീതി അറിയാം. നമ്മൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതി തന്നെയാണ്. എവിടെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് അറിവ്. എവിടെ കൊണ്ടുവന്ന് പരീക്ഷിച്ചാലും തെറ്റാത്ത തെളിവുകളും എവിടെയും എപ്പോഴും എടുത്തു കാണിക്കാവുന്ന വസ്തുതകളും വിവരങ്ങളും എവിടെയും പരീക്ഷിച്ചു നോക്കാവുന്ന ഫലങ്ങളുമാണ് അറിവ്. അതാണ് ശാസ്ത്രം. ശാസ്ത്രത്തിൽ ഏത് കാര്യം എടുത്താലും ഇത് തന്നെയാണ്. അങ്ങനെ നമുക്ക് ആ ശാസ്ത്രം, നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ വഴി, ശാസ്ത്രത്തിന്റെ വഴിയെ ചെന്ന് നമുക്ക് നമ്മുടെ പൂർവികരുടെ ആദ്യത്തെ ആളിനെ ഒന്ന് അന്വേഷിക്കാം. നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യ പരിണാമം എന്ന് പറഞ്ഞാല് ഇന്നത്തെ നമ്മുടെ പരിണാമം, ഹോമോ സാപ്പിയൻസ്. നമ്മൾ ഹോമോ സാപ്പിയൻസ് എന്ന സ്പീഷീസ് ആണ്. ഹോമോ സാപ്പിയൻസിന്റെ പരിണാമമാണ് നമ്മൾ മനുഷ്യ പരിണാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ കൂട്ടും ഷർട്ടും ഒക്കെ ഇട്ട് നിൽക്കുന്ന മനുഷ്യരെങ്ങനെയുണ്ടായി എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യരെന്നുള്ള നമുക്ക് ചുറ്റിനും നോക്കിയാൽ പല ജീവനും പല രീതിയിൽ കാണും. ഇപ്പൊ പൂച്ചയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള പൂച്ചകളെ കാണും, അല്ലേ? മറ്റേത് ജീവവർഗം എടുത്താലും പല രീതിയിലുള്ള ജീവജാലങ്ങളെ കാണാം. അതിൽ തന്നെ വെറൈറ്റി കാണാം. പക്ഷെ മനുഷ്യരുടെ കാര്യത്തിൽ അതില്ല. മനുഷ്യരുടെ കാര്യത്തിൽ ചോദിച്ചാൽ നമ്മൾ ഈ കാണുന്ന ആൾക്കാരും ഇത് മാത്രമേ ഉള്ളൂ. മറ്റ് സ്പീഷീസ്, നമ്മളെ ഇരുകാലം നടക്കുന്ന, രണ്ടു കാലം നടക്കുന്ന മറ്റ് ജീവവർഗങ്ങളെ നമുക്ക് ഭൂമിയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല. ഇതിനർത്ഥം ഇങ്ങനെയുള്ള നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നല്ല. അതാണ് നമ്മൾ നോക്കുന്നത്. മനുഷ്യരായിട്ട് ഹോമോ സാപ്പിയൻസ് എന്ന വിഭാഗം എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു? നേരത്തെ നമ്മൾ രാവിലത്തെ ആ ഒരു ചോദ്യത്തിലുണ്ടായിരുന്നു, നമുക്ക് ഭൂമിയിൽ പല മേഖലകളിൽ പല രീതിയിലുള്ള മനുഷ്യരുണ്ടാകാതിരിക്കാനുള്ള സാധ്യതയില്ലേ? അതെന്താണ്, അതെന്തും എന്നുകൂടി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹോമോ സാപ്പിയൻസ് എന്നുള്ള നമ്മുടെ ഉത്ഭവത്തെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല, ഈ സ്ലൈഡ്സ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു അക്കാഡമിക് ലെവലിലല്ല. നമ്മൾ പോയി സാധാരണ ആൾക്കാരോട് എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ രീതിയിലാണ് ഇതിന്റെ സ്ലൈഡ്സും ഞാൻ പ്രസന്റേഷൻസും ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പൊ മനുഷ്യ പരിണാമത്തെ കുറിച്ചുള്ള നമ്മൾ ആൾക്കാർ എങ്ങനെയാണ് മനുഷ്യൻ പരിണമിച്ചു, ഇപ്പോഴെന്താണ് പരിണാമം നടക്കാത്തത്, കുരങ്ങിൽ നിന്നാണോ മനുഷ്യനുണ്ടായത്, ഇതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഒരു തെളിവെടുത്തുമില്ല.
ഏത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ജീവജാലങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ സൃഷ്ടിച്ചു എന്നുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമല്ല. സൃഷ്ടിച്ചു എന്ന് വാദിക്കുന്നവർക്ക് പോലും അതിനുള്ള തെളിവുകൾ നൽകാൻ കഴിയില്ല. അതേസമയം എങ്ങനെ ആവിർഭവിച്ചു അല്ലെങ്കിൽ പരിണമിച്ചു എന്ന് പറയുന്നതിന് നമുക്ക് അനവധി തെളിവുകൾ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്, ശാസ്ത്രത്തിന് നൽകാൻ കഴിയും. നരവംശാസ്ത്രം, പുരാവസ്തുശാസ്ത്രം, ഭാഷാശാസ്ത്രം, പാലിയന്റോളജി, ജനിതകശാസ്ത്രം, ജിനോമിക ശാസ്ത്രം, പിന്നെ ശരീരഭാഗങ്ങളുടെ താരതമ്യ പഠനം, ജൈവ ഭൂമിശാസ്ത്രം, ഭ്രൂണശാസ്ത്രം, ജൈവരസതന്ത്രം, തന്മാത്ര ജീവശാസ്ത്രം, തത്സമയ പരിണാമം, പരീക്ഷണ പരിണാമം, ഇങ്ങനെ നിരവധി മേഖലകളിൽ ഉള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം മനുഷ്യന്റെ ഈ പരിണാമ സിദ്ധാന്തത്തെ സാധൂകരിക്കുന്നതാണ്. പ്രധാനമായും നമ്മൾ ഈ പരിണാമത്തിന്റെ സിദ്ധാന്തത്തിലേക്ക് എത്തുന്നത് നമ്മൾ ഫോസിലുകൾ ശാസ്ത്രം വഴിയാണ്. ഫോസിലുകൾ ഭൂമിയിൽ എവിടെയും നിന്നും നമുക്ക് ഫോസിലുകൾ ലഭ്യമാണ്. ഫോസിലുകൾ എന്നതിന്റെ നിർവചനം ലാറ്റിൻ ഭാഷയുടെ നിർവചനം കുഴിച്ചെടുത്തത് എന്നാണ്. അപ്പൊ നമുക്ക് പുതിയ ഫോസിലുകൾ എന്നുള്ളതിന്റെ നിർവചനം ജീവികളുടെ അവശേഷിപ്പുകൾ, പലതരം ശരീരഭാഗങ്ങള്, അച്ചുകള്, കാലടിപ്പാടുകള്, ഇവയൊക്കെ ഗുഹകൾ, കൂടുകൾ ഒക്കെ കുടുങ്ങിയവര്, ഈ കറ, ആംബർ അതിൽ കുരുങ്ങിയ ജീവികള്, മഞ്ഞിൽ സംരക്ഷിക്കപ്പെട്ട ജീവികള്, ഇതൊക്കെ നമുക്ക് ഇപ്പൊ കിട്ടുന്നതിനെയാണ് നമ്മൾ ഫോസിലുകൾ എന്ന് പറയുന്നത്. ആ ഫോസിലുകൾ കഥ പറയുന്നുണ്ട്. ജീവപരിണാമത്തിന്റെയും മനുഷ്യപരിണാമത്തിന്റെയും കഥ ഫോസിലുകൾ പറയുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ രാവിലെ നമ്മൾ ജൈവപരിണാമത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും പഴയ ഫോസിൽ എന്ന് പറയുന്നത് 350 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ബാക്ടീരിയയുടേതാണ്. 350 കോടി വർഷങ്ങൾക്ക് മുമ്പ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്ന് ലഭിച്ച സൈനോബാക്ടീരിയ എന്ന ബാക്ടീരിയയുടെ ഫോസിലാണ് നമുക്ക് ഏറ്റവും പഴയതായിട്ട് ലഭിച്ചിട്ടുള്ളത്. 350 കോടി വർഷങ്ങൾക്ക് മുമ്പ്. അത് നേരത്തെ നമ്മൾ രാവിലെ സാറ് പറഞ്ഞില്ലേ, ഒരു 350 കോടി വർഷങ്ങളുടെ ഒരു ചേഞ്ച് കാർബണിന്റെ, അതിനെ സാധൂകരിക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ഈ പരിണാമ ശാസ്ത്രം അല്ലെങ്കിൽ പരിണാമത്തെ സാധൂകരിക്കുന്നത്. തെളിവുകളും സിദ്ധാന്തങ്ങളും. ഇനി ശരീരഭാഗങ്ങളുടെ താരതമ്യ പഠനം നോക്കാം. നമുക്ക് ശരീരഭാഗങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ആദ്യത്തെ നമ്മുടെ കൈയാണത് ആദ്യം കാണുന്നത്. തൊട്ടിപ്പുറത്ത് കാണുന്നത് പൂച്ചയുടെ കൈയാണ്. ഇപ്പറേ കാണുന്നത് നീല തിമിംഗലത്തിൻ്റെതാണ്. ഇത് കാണുന്നത് ഈ വവ്വാലിന്റെ ചിറകാണ്. നോക്കൂ, അതിന്റെ സ്ട്രക്ചറിൽ നോക്കൂ, ഇതെല്ലാം ഒരേ ഐഡിയയാണ്. പ്രകൃതി നിർദ്ധരിച്ചിരിക്കുന്ന ഒരേ ആശയമാണ് ഇതിലെല്ലാം. അതാണ് നേരത്തെ ശരീരഭാഗങ്ങളുടെ താരതമ്യ പഠനം പരിണാമത്തെ സ്വാധീനിക്കുന്നുണ്ട്, മനുഷ്യപരിണാമത്തെ. ഭ്രൂണങ്ങൾ തമ്മിലുള്ള സാമ്യം. ആദ്യത്തേത് നമ്മള് മീനിന്റേതാണ്, രണ്ടാമത്തേത് സാലമാണ്ടർ, മൂന്നാമത് കാണുന്നത് ആമ, നാലാമത് കാണുന്നത് കോഴി, അഞ്ചാമത് ഇവിടെ കാണുന്നത് മുയല്. ഇതാണ് മനുഷ്യന്റെ ഭ്രൂണം, ആദ്യ ഘട്ടം. നോക്കൂ, ഇതെല്ലാം ഒരേപോലെയാണ്. എല്ലാ ഭ്രൂണം താരതമ്യം ചെയ്യുമ്പോൾ ഒരേ രീതിയിലാണ്. പിന്നീട് അതിന്റെ ഡെവലപ്മെന്റിലാണ് ഓരോ ജീവികളും മാറി മാറി വരുന്നത്. അത് ഭ്രൂണശാസ്ത്രവും പരിണാമത്തെ സാധൂകരിക്കുന്നു. പരിണാമം നടന്നു എന്നുള്ള തെളിവാണ് ഈ ഭ്രൂണശാസ്ത്രവും നൽകുന്നത്. ഇതാണ് നമ്മൾ പബ്ലിക്കിന്റെ ഇടയിലാണെങ്കിൽ എന്താണ് ഇതിന്റെ തെളിവ്, എങ്ങനെയാണ് നിങ്ങൾ പരിണമിക്കുന്നത്, ആർക്ക് വിശ്വസിക്കാൻ ഇപ്പോഴും പറ്റൂല പരിണാമം എങ്ങനെയാണ്. പക്ഷെ ഇതിനുള്ള തെളിവുകൾ എന്നൊക്കെ പറയുന്നത് ഈ പഠനങ്ങളാണ്. നമ്മളെ മനുഷ്യർ എന്ന് പറയുമ്പോൾ ഹോമോസാപ്പിയൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, രാവിലെ നമ്മൾ ക്ലാസ്സുകൾ കേട്ടതുപോലെ നിവർന്ന് നടക്കുന്ന ജീവി എന്നാണ് ഹോമോസാപ്പിയൻസ്. നോക്കൂ, ഇത് ആദ്യത്തേത് ഗിബൺ, രണ്ടാമത്തേതാണ് മനുഷ്യൻ, മൂന്നാമത് ചിമ്പാൻസി, ഗൊറില്ല, ഒറാങ്കുട്ടാൻ. ഈ ജീവികളുടെ എല്ലാം നോക്കൂ, സാമ്യമുണ്ടല്ലേ? അവരുടെ ആ അസ്ഥി ഘടനയില് സാമ്യമുണ്ട്. ഈ സാമ്യം സൂചിപ്പിക്കുന്നത് ഈ ജീവികൾക്കെല്ലാം പൊതുവായിട്ടൊരു പൂർവികനുണ്ട് എന്നാണ്. നമ്മൾ ഈ മനുഷ്യപരിണാമം ആരംഭിക്കുന്നത് ഈ പൊതുവായിട്ടുള്ള പൂർവികനിൽ നിന്നാണ്.
ജൈവ പരിണാമം കുറേയുണ്ട്. രാവിലെ കഴിഞ്ഞിട്ട് വീണ്ടും ഏകകോശ ജീവികൾ ഉണ്ടായതിനു ശേഷം വീണ്ടും ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിന്റെ ഒരു ഘട്ടത്തില് ഉരകങ്ങൾ, നിലത്ത് എഴഞ്ഞു നടക്കുന്ന ജീവികൾ ഉണ്ടാകുന്നുണ്ട്. സസ്തനികൾ തന്നെ നിലത്ത് ഇഴഞ്ഞ് ആഹാരം ശേഖരിക്കുന്ന ജീവികൾ ഉണ്ടാകുന്നു. അവ ഒരു ഘട്ടമാകുമ്പോഴത്തേക്ക് ആഹാരത്തിന്റെ കുറവുണ്ടാകാം, കാലാവസ്ഥയുടെ വ്യത്യാസം ഉണ്ടാകാം. പതുക്കെ മരങ്ങളിലേക്ക് കയറുന്നു. മരങ്ങളിലേക്ക് കയറുന്ന ചെറിയ ചെറിയ ഷഡ്പദങ്ങളെയൊക്കെ പിടിക്കാനായിരിക്കാം, ചെറിയ ചെറിയ ഈച്ചകളെയൊക്കെ പിടിച്ച് തിന്നതിന് വേണ്ടിയായിരുന്നു മേലോട്ട് കയറുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ പുതിയ രീതിയിലുള്ള ഭക്ഷണം കിട്ടുകയാണ്. പൂക്കളിലെ തേൻ കിട്ടുന്നു, പഴങ്ങൾ കിട്ടുന്നു. പൂക്കളിലെ തേനും ഈ നമ്മൾ ഷഡ്പദങ്ങൾ, ഈ രണ്ട് ആഹാരത്തിൽ നമ്മൾ വ്യത്യാസമുണ്ട്. പൂക്കളിൽ നമ്മൾ തേനോ അല്ലെങ്കിൽ പഴങ്ങളോ കിട്ടുമ്പോൾ കൂടുതൽ ഷുഗർ, കൂടുതൽ എനർജിയാണ് കിട്ടുന്നത്. കൂടുതൽ എനർജി കിട്ടുന്നത് കൊണ്ട് അവർക്ക് കുറച്ച് ഭക്ഷണം മതി. അതുകൊണ്ട് തന്നെ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള എനർജി അതിൽ നിന്ന് കിട്ടും. ഷുഗർ ഡയറക്റ്റ് കിട്ടും. മറ്റേത് നിലത്ത് നടക്കുന്ന സമയത്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ളൊരു എനർജി സമ്പാദിക്കാൻ പറ്റുന്നത് മരക്കൊമ്പുകൾ കയറി കഴിഞ്ഞാൽ അതുകൊണ്ടാവാം താഴോട്ട് വരാതായി. വർഷങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ കോടിക്കണക്കിന് വർഷങ്ങളുടെ കഥയാണ് നമ്മൾ പറയുന്നത്. ഒരു ദിവസമോ ഒരു മാസമോ ഒരു കൊല്ലമോ അല്ലെങ്കിൽ 100 കൊല്ലമോളമല്ല, കോടിക്കണക്കിന് വർഷങ്ങളുടെ കഥയാണ് നമ്മൾ ഈ പരിണാമത്തിലൂടെ പറയുന്നത്. ഇങ്ങനെ ഇപ്രകാരം മരത്തിലേക്ക് കയറിയ അവിടെ കൂടുതൽ എനർജി ലഭിക്കുന്ന ഭക്ഷണം അവിടുന്ന് കിട്ടി. അതനുസരിച്ച് അവരെ മരങ്ങളിൽ താഴോട്ട് ഇറങ്ങാതെ വന്നപ്പോഴത്തേക്ക് അവിടെ ജീവിക്കുന്നതിന് അതിന് പറ്റിയ രീതിയിൽ അവരുടെ സ്ട്രക്ചറൽ പരിണാമം നടക്കുകയാണ്. അതനുസരിച്ച് അവരുടെ തലമുറകൾ വീണ്ടും അതിന് ഉപയുക്തമാക്കുന്ന രീതിയിൽ അവരുടെ ശരീരഘടനകളിൽ മാറ്റം ഉണ്ടാകുന്നു. അങ്ങനെ കൈകൾ വികസിക്കുന്നു. കൈകളിൽ മരക്കൊമ്പുകൾ പിടിക്കാനായിട്ട് കൈവിരൽ വരുന്നു. പാദങ്ങൾ അതേ രീതിയിൽ വരുന്നു. അങ്ങനെ മരങ്ങളിൽ നിന്ന് അവരെയാണ് നമ്മൾ പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോഴും ഉണ്ട്. താഴോട്ട് വരാത്ത ജീവികൾ ഇപ്പോഴുള്ള പ്രൈമേറ്റുകൾ എന്ന് പറയുന്നു. ആ പ്രൈമേറ്റ്സ് ആണ് നമ്മുടെ മനുഷ്യ പരിണാമത്തിലേക്കുള്ള വഴിയായിട്ട് ആദ്യം വരുന്നത്, പ്രൈമേറ്റുകൾ. ഈ പ്രൈമേറ്റുകളിൽ നിന്നാണ് ഹോമിനോയിഡുകൾ എന്നൊരു ഗ്രൂപ്പ് വരും. ഹോമിനോയിഡുകൾ, ആ ഗ്രൂപ്പിൽ വരുന്ന 5 ജീവവർഗത്തെയാണ് ഞാൻ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ആ ഒരു പൊതു പൂർവികരിൽ നിന്നും 5ആയിട്ട് തിരിഞ്ഞു പോയിരിക്കുകയാണ്. മനുഷ്യ പരിണാമം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ജീവി മാറി ഒരു ജീവിയിൽ നിന്നും നിരന്തരം മാറ്റം വന്നു വരുന്നതല്ല. മറിച്ച് ഒരു പൊതു പൂർവികരിൽ പലതായി പിരിഞ്ഞു പോയതിൽ ഒന്നാണ് മനുഷ്യൻ എന്നേ ഉള്ളൂ. മനുഷ്യന്റെ ആദിമ രൂപം എന്നേ ഉള്ളൂ. അപ്പം ഈ നമ്മുടെ സ്കെൽറ്റൽ സ്ട്രക്ചർ നോക്കിയാൽ ഈ സിമിലാരിറ്റിയും കാണിക്കുന്നത് ഈ പറയുന്ന ജീവികൾക്കെല്ലാം, ചിമ്പൻസിക്കാണെങ്കിലും ഗൊറില്ലയ്ക്കാണെങ്കിലും ഒറാങ്കുട്ടനാണെങ്കിലും മനുഷ്യനാണെങ്കിലും ഇവർക്കെല്ലാം ഒരു പൊതുവായിട്ടുള്ള ഒരു പൂർവികനായിട്ടുള്ളൊരു ജീവി ഉണ്ടായിരുന്നു എന്നാണ്. അത് ചോദിക്കുമ്പോൾ അതെങ്ങനെ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇതാണ് അതിന്റെ ട്രീ. ഏകദേശം 120 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ പൊതുവായിട്ടുള്ളൊരു ജീവിവർഗത്തിൽ നിന്ന് പിരിഞ്ഞു പോയതാണ് ഒറാങ്കുട്ടൻസ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ജീവിവർഗത്തിൽ നിന്ന് പിരിഞ്ഞ് ആ രീതിയിൽ പരിണമിച്ചു പോയി. അല്ല ഡയറക്റ്റ് ഒറാങ്കുട്ടനായെന്നുള്ളതല്ല, പരിണമിച്ച് അത് ആ ജീവിവർഗമായി മാറി. ഏകദേശം 60 മുതൽ 80 ലക്ഷം വർഷങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ ട്രീയിൽ നിന്ന് വീണ്ടും ഒരു സ്പ്ലിറ്റ് നടക്കുകയാണ്. അതിലൊരു പരിണാമം നടന്നാണ് ഗൊറില്ലകൾ ഉണ്ടാകുന്നത്. വീണ്ടും ഏതാണ്ട് 45 മുതൽ 60 ലക്ഷം വർഷങ്ങൾ വരുമ്പോഴത്തേക്ക് വീണ്ടും ഇത് 2ആയിട്ട് പിരിയുകയാണ്. അതിലൊരു കൂട്ടരാണ് ചിമ്പൻസിയായിട്ട് മാറുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കഥയാണ് നമ്മൾ ഈ പറയുന്നത്. 45 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ വ്യത്യാസങ്ങൾ, മ്യൂട്ടേഷനോടെ വന്ന് ഒരു കൂട്ടര് ചിമ്പൻസിയായി മാറി, മറ്റൊരു കൂട്ടര് മനുഷ്യനായിട്ട് പരിണമിക്കേണ്ട ആ ഒരു വഴിയിലേക്ക് നീങ്ങുകയാണ് ഉണ്ടായത്. ഇത് ആണ് അത് ഒന്നുകൂടെ ഇതിനെ നമ്മൾ ഇത് പരിണാമം പറയുമ്പോൾ നമ്മള് ഒരു സയൻസ് ശാസ്ത്ര രീതി പറയുന്നത് സൂപ്പർ ഫാമിലി, ഹോമിനോയിഡ എന്ന സൂപ്പർ ഫാമിലിയിൽ നിന്ന് ആണ് 2ആയിട്ട് തിരിയും. ഹോമിനിഡേ, ഹൈലോബാക്ടഡേ എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ ഈ ഹോമിനിഡേ എന്നുള്ള ഫാമിലി വീണ്ടും ഡിവൈഡ് ചെയ്ത് പോഞ്ചിനെ ആൻഡ് പോങ്കോ എന്നീ 2 ജീവിവർഗമായി മാറും. ആ ഹോമിനിഡയിൽ നിന്ന് വീണ്ടും ഹോമിനെ എന്നുള്ള ജീവിവർഗം വരും. അതിൽ നിന്ന് ഗൊറില്ലയിലേക്ക് പോകും. ഹോമിനിനി എന്ന് പറയുന്ന കുടുംബത്തിൽ നിന്നും, അത് ട്രൈബ് എന്ന് പറയുന്ന കുടുംബത്തിൽ നിന്നും ഹോമോയും പാനിലാണ് നമ്മളെ പറയുന്ന ചിമ്പൻസിയൊക്കെ വരുന്നത്.
ഇതാണ് അതിന്റെ ജീൻ അതിന്റെ ട്രീ. അപ്പൊ നമ്മള് മനുഷ്യപരിണാമത്തിന്റെ ആദ്യ രൂപം വരുന്നത് 98 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. 98 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചത് നഖാലി പിത്തേക്കസ് എന്ന് പറയുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ഗൊറില്ല, ചിമ്പാൻസി, മനുഷ്യർ എന്നിവരുടെയൊക്കെ പൊതു പൂർവികനായിട്ട് വരുന്നത് നഖാലി പിത്തേക്കസ്. കെനിയയിലെ നേരത്തെ നമ്മൾ അത് രാവിലത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ച റിഫ്റ്റ് താഴ്വര, കെനിയയിലെ റിഫ്റ്റ് താഴ്വരയിൽ നിന്ന് 2005 ലഭിച്ച ഒരു ഫോസിലാണിത്. അതിന്റെ തന്മാത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നതായിട്ട് 80 മുതൽ 40 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇതിൽ നിന്നും നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഗൊറില്ലകളും പിന്നീട് ചിമ്പാൻസികളും മനുഷ്യരിലേക്കുള്ള വഴിയിൽ നിന്നും വേർതിരിഞ്ഞു പോകുന്നതായിട്ടാണ്. അപ്പൊ ഇതിനെല്ലാം നമ്മൾ തെളിവുകൾ ഉണ്ട്. തെളിവുകൾ ഇല്ലാതെയല്ല ഈ മനുഷ്യ പരിണാമത്തെ കുറിച്ച് ഉള്ള സിദ്ധാന്തം നിലനിൽക്കുന്നത്. ഇത് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ചിമ്പൻസിയും മനുഷ്യരും തമ്മിൽ എന്താണ് ഇത്ര സാമ്യം എന്ന് നമ്മൾ ചോദിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ചിമ്പൻസി ആണോ മനുഷ്യൻ? തമ്മിൽ കണ്ടാൽ ഒരു സാമ്യമൊന്നും ഇല്ലല്ലോ. പക്ഷേ മനുഷ്യന്റെ DNA-യും ചിമ്പൻസിയുടെ DNA-യും തമ്മിൽ പരിശോധിക്കുമ്പോൾ 98.4% സമാനമാണ്. മനുഷ്യന്റെ DNA ചിമ്പൻസിയുടെ DNA-യുമായിട്ട് 98.4% സാമ്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഒരേ ജീവിവർഗമാണെന്നുള്ള നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മള് ഈ പറയുന്ന മനുഷ്യ പരിണാമത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഫോസിലുകളാണ് അതിന്റെ അടിസ്ഥാന ഘടകം. ഈ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം നമ്മൾ പറയുന്നത് ഫോസിലുകൾ വഴിയാണ്. 70 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സെഹലാന്ത്രോപ്പസ് ടാഡൻസിസ് എന്ന് പറയുന്ന ഒരു ജീവിവർഗം ഉണ്ടായിരുന്നു. അവരും മനുഷ്യവംശത്തിൽപ്പെട്ട ആ വഴിയിലേക്ക് വന്ന ആൾക്കാരാണ്. അതിനുശേഷം ഒറോറിൻ ടുജൻസിസ് 60 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, RD പിത്തേക്കസ് എന്ന് പറയുന്ന ജീവിവർഗം 55.44 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. ഇതെല്ലാം ആ ഒരു പരിണാമത്തിന്റെ ഓരോ ഘട്ടത്തിൽ വരുന്ന ജീവിവർഗങ്ങളാണ്. ഈ RD പിത്തേക്കസിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു മനുഷ്യ പരിണാമത്തിന്റെ ആ ഒരു വഴിയിലേക്ക് നമ്മൾ വരുന്നത്. ഇത് എത്യോപ്യയിലെ അഫാർ മേഖലയിൽ നിന്നും 1992-93 കാലഘട്ടത്തിൽ ലഭിച്ച ഒരു ഫോസിലാണ്. ഇത് നോക്കിയാൽ നമുക്കറിയാം, ഇതൊരു ഇരുകാലി ജീവിയുടെ ഒരു സ്ട്രക്ചറാണ്. എന്നാൽ കൈകൾക്ക് നീട്ടമുണ്ട്. കാലുകൾ മരത്തിൽ പിടിക്കത്തക്ക രീതിയിലാണ് കാലുകളിലെ വിരലുകളൊക്കെ ഉള്ളത്. അതിനർത്ഥം ഇത് പൂർണ്ണമായും ഇരുകാലിൽ നടക്കുന്ന ഒരു ജീവി ആയിരുന്നില്ല. എന്നാൽ കൈകൾ നമ്മൾ ഈ പറയുന്ന പോലെ ടൂളുകളൊക്കെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ടൂളുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. ആ രീതിയിൽ കൈകളിലൊരു ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. കാലുകൾ ശരിക്കും പരന്ന പാദം, നമ്മുടെ പാദങ്ങൾക്ക് അകത്തോട്ട് ചെറിയൊരു കുഴിവുണ്ട്. എന്നാൽ ഇത് പരന്ന പാദങ്ങളാണ്. ഈ പരന്ന ഇതിനർത്ഥം ഇത് നമ്മൾ ശരിക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മരക്കൊമ്പുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരാൻ തുടങ്ങുന്ന സമയത്തുള്ള ഇതിന്റെ ഫോസിലുകൾ നമുക്ക് എവിടെയാണ് അഫാർ എത്യോപ്യയിൽ നിന്ന് 92-93 കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അവിടെ തൊട്ടാണ് നമ്മൾ മനുഷ്യരിലേക്കുള്ള പരിണാമം ആരംഭിക്കുന്നത്. അസ്ട്രലോപിത്തക്കസ് എന്ന് പറയുന്ന ഒരു ജീവിവർഗം, മനുഷ്യനുമല്ല കുരങ്ങുകളോ രണ്ടിനും ഇടയിലുള്ള ഒരു ജീവിവർഗം അസ്ട്രലോപിത്തക്കസ്. അവിടെ നിന്നാണ് നമ്മൾ മനുഷ്യ പരിണാമത്തിന്റെ ശരിക്കുള്ള കഥ നമ്മൾ ആരംഭിക്കുന്നത്. അത് 44 ദശലക്ഷം, അതായത് 44 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജീവിവർഗമാണ് അസ്ട്രലോപിത്തക്കസ്. ഇതിന്റെ ഫോസിലുകൾ ആഫ്രിക്കയിൽ എല്ലായിടത്തും നിന്ന് ലഭ്യമാണ്, അസ്ട്രലോപിത്തക്കസ്. അപ്പൊ ഇങ്ങനെ ഒരു ജീവിവർഗം ഈ പരിണാമത്തിന്റെ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ മനുഷ്യ ഇരുകാലിൽ നടക്കുകയും ചെയ്യുന്നു, എന്നാൽ കുരങ്ങുകളിൽ നിന്ന് പൂർണ്ണമായും വേർപെട്ടു. അതുകൊണ്ട് നമ്മൾ അതിനെ ആൾക്കുരങ്ങുകൾ എന്ന് വിളിക്കുന്നു. ഇത് നമ്മൾ 1924 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇതിന്റെ സ്പെസിമെൻ ഫോസിലുകൾ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്ത ലൂസി. അങ്ങനെ ഈ ആസ്ട്രലോപിത്തക്കസിൽ നിന്നാണ് ശരിക്കും മനുഷ്യ പരിണാമം നമ്മൾ ശരിക്കും ആരംഭിക്കുന്നത്. ലൂസി എന്ന് പറയുന്ന ഇന്നിപ്പോ അറിയപ്പെടുന്ന ഫോസിൽ രൂപം, അത് 1974 എത്യോപ്യയില് ഡൊണാൾഡ് ജൊഹാൻസനും ടോം ഗ്രേ എന്നീ 2 പേര് നടത്തിയ പര്യവേഷണത്തിൽ ലഭിക്കുകയുണ്ടായി.
അവിടെ ശരിക്കും അത് അസ്ട്രോപിത്തക്കസ് അഫാരൻസിസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസിൽ പെടുന്നതാണ് ഈ ലൂസി എന്ന് പറയുന്നത്. ഇപ്പൊ ലൂസിയെ കണ്ടെത്തിയത് നേരത്തെ നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തു. ലൂസിയെ ഇവര് കണ്ടെത്തുന്നത് ഇവരിങ്ങനെ ശരിക്കും ആഫ്രിക്കയിലെ എത്യോപ്യയില് ഇതേപോലുള്ള പര്യവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് അവർ ഒരു ദിവസത്തെ പണി ഉച്ചയ്ക്കുള്ള ഇത് അവരുടെ പിന്നെ എക്സ്കവേഷൻസ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്താണ് ഇവർ കാണുന്നത്. ഒരു സൈഡില് ഒരു ചെറിയൊരു ഒരു എല്ലിന്റെ കഷ്ണം കിടക്കുന്നു, തുടയെല്ലിന്റെ കഷ്ണം കിടക്കുന്നു. അയാൾ ആദ്യം അവിടെ പോയി നോക്കി. അപ്പൊ ഇവർ ഈ പര്യവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അവർക്ക്. അത് ഒരു ഈ പറയുന്ന പോലെ അസ്ട്രോപിത്തക്കസിന്റെ ഒരു രൂപത്തിലുള്ള ഒരു ഇതാണെന്ന് എല്ല് കഷ്ണമാണെന്ന് മനസ്സിലായി. അവരവിടെ മുഴുവൻ എമ്പാടും അവർ തിരഞ്ഞു. അങ്ങനെ തിരഞ്ഞതിൽ അവർക്ക് 100 കണക്കിന് എല്ലിന്റെ കഷ്ണങ്ങൾ കിട്ടി, ഫോസിലുകളായിട്ടുള്ള കഷ്ണങ്ങൾ കിട്ടി. ഇത് അവരെ കൊണ്ടുവന്ന് അതിൽ നിന്ന് സോർട്ട് ചെയ്തെടുത്ത് അടുക്കി വെച്ചിട്ടുള്ള 40 കഷ്ണങ്ങളുണ്ട്. ഈ 40 കഷ്ണങ്ങൾ അടുക്കി വെച്ചപ്പോൾ കിട്ടിയ രൂപമാണിത്. ഇതാണ് നമ്മുടെ നിലവിൽ ഇതിൽ പഴക്കമുള്ള കിട്ടിയിട്ടുണ്ടെങ്കിലും 32 ലക്ഷം വർഷം പഴക്കമുള്ള ഈ ഒരു ഫോസിൽ അന്ന് 1974 ഇതായിരുന്നു ഏറ്റവും പഴക്കം ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും ആദിമ മനുഷ്യനായിട്ട് നമ്മൾ പറയുന്നത്. ഇതൊരു സ്ത്രീയുടെ ഫോസിലാണ്. ആ ഫോസിലിന് അവർ ലൂസി എന്ന പേര് കൊടുത്തു. ലൂസി എന്ന പേര് കൊടുക്കുന്നതിനും ഒരു ഉണ്ട്. അവരിതെല്ലാം കഴിഞ്ഞ ശേഷം ഈ കണ്ടെത്തലിന് ശേഷം അവർ നടത്തിയ ഒരു പാർട്ടിയിൽ അന്ന് ഈ ബീറ്റിൽസിന്റെ ലൂസി ഒരു ഗാനമുണ്ട്. ആ ഗാനമാണ് അവിടെ പ്ലേ ചെയ്തുകൊണ്ട് അവർ ആഘോഷിക്കുകയായിരുന്നു. അതിൽ വന്ന് അങ്ങനെയാണ് ആ പാട്ടിനിടയിൽ ഇവര് ഈ പറയുന്ന ഈ സ്ത്രീ രൂപത്തെ ലൂസി എന്ന് വിളിക്കാനിടയായത്. അങ്ങനെയാണ് അത് ലൂസി എന്നുള്ള പേര് ലഭ്യമാകുന്നത്. അപ്പം അതിനുശേഷം പക്ഷെ നമ്മള് ഇതിലും പഴക്കമുള്ള ഫോസിലുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 32 ലക്ഷം വർഷം പഴക്കമുള്ളതാണ് ഇതെങ്കിലും 40 ലക്ഷം വർഷം പഴക്കമുള്ള ഫോസിൽ നമ്മൾ ലഭിച്ചു. അതിനർത്ഥം നമ്മളീ പറയുന്ന ഈ പരിണാമം, നമ്മളീ സിദ്ധാന്തം എന്ന് പറയുന്ന ഫോസിലുകളുടെ കാലപ്പഴക്കമാണ്. നമ്മളിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇതിന്റെക്കാൾ പഴക്കമുള്ളത് കിട്ടുകയാണെങ്കിൽ നമ്മൾ പരിണാമത്തെ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ കുറെ കൂടെ പുറകിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനെ നമ്മൾ ഇതിന്റെ ഈ ലൂസിയെ നമ്മളൊന്ന് ചിത്രീകരിക്കാൻ ഇങ്ങനെ ഇരിക്കും. ലൂസി ഇതാണ് നമ്മുടെ പരിണാമത്തിലേക്കുള്ള വഴിയിലെ നമ്മുടെയൊക്കെ ആദ്യ മാതാവ് എന്ന് പറയുന്ന ജീവി. ഇതിനെ നമ്മൾ സിമുലേറ്റ് ചെയ്ത് എടുത്തില്ല ലൂസി. ഇത് നോക്കിയാൽ അറിയാം മനുഷ്യൻ നടന്ന് പൂർണ്ണമായും ഇരുകാലിൽ നടന്നു തുടങ്ങിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ആൾക്കുരങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണമായി ഇരുകാലിൽ നടക്കാൻ തുടങ്ങിയിട്ടില്ല. അവ കൈകൾ ഉപയോഗിച്ച് മരക്കൊമ്പിൽ ചേർന്ന് കൈകളും ഉപയോഗിച്ച് നടക്കാനായിട്ട് ഉപയോഗിക്കും. പക്ഷെ പൂർണ്ണമായും ഇരുകാലിലേക്ക് നടന്നു തുടങ്ങുന്നത് ഈ അസ്ട്രോലോപിത്തക്കസ് ആണ്. അതില് നമുക്ക് കിട്ടിയിട്ടുള്ള ഫോസിലാണ് ലൂസി. അതിനുശേഷം ഏകദേശം ഒരു അസ്ട്രോലോപിത്തക്കസിന്റെ ഒരു തലയോട്ടി ദക്ഷിണാഫ്രിക്കയിലുള്ള ഒരു കോറിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഫോസിലാണ്, തലയോട്ടിയുടെ രൂപമാണിത്. ടൗൺ ചൈൽഡ് എന്നാണ് ഈ ഫോസിലിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഇപ്രകാരം ഫോസിലുകൾ നിരവധി ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ എല്ലാം മറ്റ് പ്രദേശങ്ങൾ കിട്ടുന്നതിൽ കൂടുതൽ കിട്ടിയിട്ടുള്ളത് ആഫ്രിക്കയിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ആഫ്രിക്കയിൽ പരിണാമത്തിന്റെ ഒരു തട്ടകമായിട്ട് നമ്മൾ പറയുന്നത്. അതിൽ നിന്ന് ആ അസ്ട്രോലോപിത്തക്കസിൽ നിന്നും നമ്മൾ ലൂസിയിലേക്ക് വന്നു. ലൂസിയിൽ വെച്ചാൽ വീണ്ടും ഏകദേശം 28 ലക്ഷം, അത് 32 ലക്ഷം വർഷമാണെങ്കിൽ 28 ലക്ഷം വർഷങ്ങൾ തൊട്ട് 16 ലക്ഷം വർഷങ്ങൾ മുമ്പ് വരെ ജീവിച്ചിരുന്ന ഒരു പുരാതന മനുഷ്യവർഗമാണ് ഹോമോ ഹാബിലിസ് എന്ന് പറയുന്നത്. ഇരുകാലിൽ നമ്മൾ പൂർണ്ണമായി നടന്നു കഴിഞ്ഞു. ഇരുകാലിൽ പൂർണ്ണമായി നടന്നു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഒരു വിവിധ വർഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഹോമോ ഹാബിലിസ്. ഇത് എന്തുകൊണ്ടാണ് പറയുന്നത്? ഇതിന്റെ തലച്ചോറൊക്കെ വികസിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അതിന്റെ ഫോസിലാണ് കിട്ടിയതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സമ്പൂർണ്ണ ഇവര് ഹോമോ ഹാബിലിസ് ആണ് ശരിക്കും പൂർണ്ണമായും ഇരുകാലില് പൂർണ്ണമായും ബാലൻസ് ചെയ്ത് നടന്നു തുടങ്ങുന്നത്. അത് തലച്ചോറ് വികസിച്ചു തുടങ്ങുന്നു. അപ്പൊ നമുക്കറിയാം തലച്ചോറ് വികസിക്കുക എന്ന് പറഞ്ഞാൽ ന്യൂറോണുകളുടെ എണ്ണം കൂടുക എന്നുള്ളതാണ്. ന്യൂറോണുകളുടെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തിക്കുന്നതിന്റെ ശേഷിയും കൂടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചിന്താശേഷി സാവകാശം കൂടിക്കൂടി വരുന്നു. ഹോമോ ഹാബിലിസ്. ഈ ഹോമോ ഹാബിലിസിന് ശേഷം ഏകദേശം 20 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മറ്റൊരു വർഗങ്ങളാണ് ഹോമോ എറക്ടസും ഹോമോ എർഗാസ്റ്ററും.
ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മനുഷ്യരെന്ന് പറയുന്നത് ഒരൊറ്റ ജീവിവർഗമായിരുന്നില്ല. മറ്റ് ജീവജാലങ്ങൾക്ക് ഉള്ളതുപോലെ തന്നെ പല സ്പീഷീസിൽ ഇതിലേക്ക് ഇത് ഡൈവേർട്ട് ചെയ്തായിട്ട് പോകുന്നുണ്ട്. അതിൽ 20 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഹോമോ എറക്ടസും ഹോമോ എർഗാസ്റ്ററും അതിന്റെ ആ ഒരു ഇതാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഈ ഹോമോ എറക്ടസും ഹോമോ എർഗാസ്റ്ററും ഒക്കെ തീയും മറ്റ് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുമായിരുന്നു അവരും. ഇപ്പൊ തീ കണ്ടുപിടിക്കുന്നത് നമ്മളീ പറഞ്ഞ സാപ്പിയൻസ് ഒന്നുമല്ല. അതിനു മുമ്പ് തന്നെ ഈ ജീവിവർഗങ്ങൾക്ക് തന്നെ തീ ഉപയോഗിക്കാനും ചെറിയ ചെറിയ ടൂളുകൾ ഉപയോഗിക്കാനും ഒക്കെ ഇവർക്കും കഴിയുമായിരുന്നു. ഈ ഹോമോ എറക്ടസും ഹോമോ എർഗാസ്റ്ററും അവര് ഏകദേശം ഈ ഹോമോ എറക്ടസ് 13 ലക്ഷം വർഷം, അത് 18 ലക്ഷം വർഷങ്ങൾക്ക് 13 ലക്ഷം വർഷങ്ങൾ വരെയുള്ള കാലങ്ങളിൽ അവര് ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് കടന്ന് ഈ പറയുന്ന ഏഷ്യ, യൂറോപ്പ് എന്നീ വൻകരകളിലേക്കെല്ലാം ഈ ഹോമോ എറക്ടസ് വ്യാപിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ എന്തുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ ഇത് ലഭ്യമല്ലേ എന്നുള്ള ചോദ്യം. ഈ ഹോമോ എറക്ടസ് ഭൂമി മുഴുവൻ മറ്റ് വൻകരകളിലേക്ക് കൂടെ വ്യാപിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. ഈ അങ്ങനെ പോയ ഹോമോ എറക്ടസുകളിൽ നിന്നാണ് ഈ എന്താണ് നമുക്കറിയാം ഇന്തോനേഷ്യ, ചൈന, കെനിയ, വിയറ്റ്നാം, എത്യോപ്യ, തുർക്കി, ദക്ഷിണാഫ്രിക്ക ഇവിടെ നിന്നെല്ലാം ഹോമോ എറക്ടസുകളുടെ ഫോസിലുകൾ നമുക്ക് ലഭ്യമാണ്. ഈ ഇങ്ങനെ പുറത്തുപോയ ഹോമോ എറക്ടസുകളിൽ യൂറോപ്പിലും ആഫ്രിക്കയിലും തങ്ങി നിന്ന ഹോമോ എറക്ടസുകളാണ് ഹോമോ ഹൈഡൽബർഗൻസിസ് ആയിട്ട് പരിണമിക്കും. അവരുടെ പരിണാമം ആ ഒരു വർഗത്തിലേക്കാണ് പോകുന്നത്. അതേസമയം ആഫ്രിക്കയിൽ തന്നെ കഴിഞ്ഞിരുന്നവര് ഹോമോ റോഡൻസിയൻസ് എന്ന വർഗമായി പരിണമിച്ചു. ഇവിടെ നിന്ന് ഏഷ്യയിലേക്ക് പോയ ഈ ഗ്രൂപ്പ് ഹോമോ എറക്ടസ് ആയി തന്നെ വേറൊരു സ്പീഷീസ് ആയിട്ട് അവർ പരിണമിച്ചു. ആ ഹോമോ എറക്ടസിന്റെ ഒക്കെ ഇതിന്റെയൊക്കെ ഫോസിലുകൾ നമുക്ക് പലയിടത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. അതാണ് പണ്ട് നമ്മൾ ഈ ജാവ മെൻഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ജാവ മെൻഷൻ എന്നൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ഈ ജാവ മെൻഷൻ ആദ്യം അത് പ്രത്യേക സ്പീഷീസ് എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ പിന്നീട് അതും ഈ ഹോമോ എറക്ടസ് ഇതിന്റെ തന്നെ മറ്റൊരു ഫോസിലാണ്, ആ ജീവിവർഗമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ജീവിവർഗം ഈ മനുഷ്യന്റെ ആ ഒരു ഡൈവേഴ്സിഫൈ ചെയ്ത് പോവുകയാണ്. യൂറോപ്പിലേക്ക് പോയ ഹോമോ ഹൈഡൽബർജൻസിസ് ആയിട്ട് പരിണമിച്ചു. ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നവരിൽ നിന്ന് ഹോമോ റോഡൻസിയൻസിസ് ആയിട്ട് പരിണമിച്ചു മീൻസ് അവർ വർഗമായി മാറി. അപ്പൊ ആ വർഗമായി മാറി. കിഴക്കൻ ഏഷ്യയിലേക്ക് പോയവർ ഹോമോ എറക്ടസ് ആയിട്ട് വീണ്ടും മാറി. ഇത് നോക്കിയാൽ 33,70,000 നമ്മള് നേരത്തെ പറഞ്ഞാല് 80 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 60 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയെടുത്ത് നമ്മളിപ്പോ 3,74,000 വർഷത്തിലേക്ക് വന്നിരിക്കും. ഇത്രയും കാലയളവിലേക്ക് നമ്മൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഹോമോ റോഡൻസിയൻസിസ് എന്ന് പറയുന്ന ഒരു ജീവകം നേരത്തെ പറഞ്ഞ ആഫ്രിക്കയിൽ അവരുടെ ഒരു ചിത്രീകരണമാണ് കൊടുത്തിരിക്കുന്നത്. ഹോമോ റോഡൻസിയസ് ആഫ്രിക്കയിൽ 3,74,000 വർഷങ്ങൾ തൊട്ട് 2,74,000 വർഷങ്ങൾ വരെ ആഫ്രിക്കയിൽ ജീവിച്ചിരുന്നവരാണ് ഈ ഒരു വർഗം. ഇത് നേരത്തെ പറഞ്ഞതിന്റെ ഒരു 60 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ചിമ്പൻസിയുടെ ഒരു ഫോസിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഹോമോ ഹൈഡൽബർഗൻസിസ് അതാണ് യൂറോപ്പിലേക്കൊക്കെ പോയത് അല്ലേ. അവിടുന്ന് ഇങ്ങോട്ട് 2 ലക്ഷം വർഷങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഇതിൽ നിന്നും വീണ്ടും പല ഭൂഖണ്ഡങ്ങളിലേക്ക് പോയവരിൽ നിന്ന് പലതായിട്ട് വീണ്ടും പല ജീവിവർഗങ്ങൾ ഉണ്ടാകുകയാണ്. അത് ഹോമോ എറക്ടസുകളുണ്ട്, ഡെനിസോവനുകളായിട്ട് മാറുന്നുണ്ട്, ഹോമോ ഫ്ലോറൻസിയൻസുകളായിട്ട് മാറുന്നുണ്ട്, ഹോമോ ലുസോസെൻസുകളായിട്ട് മാറുന്നുണ്ട്, ഹോമോ നിയാൻഡറുകളായിട്ട് മാറുന്നുണ്ട്. ഈ ഇരുകാലി ജീവികൾ ഈ ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുന്നോട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പല ഭൂമിയുടെ ഭൂഖണ്ഡത്തിലെ പല ഭാഗങ്ങളിലേക്കായിട്ട് പോയവര് പല രീതിയിലുള്ള ജീവി വർഗങ്ങളായിട്ട് മാറുകയാണ്. നമ്മളിപ്പോ കാണുന്ന പോലെ ഒരു പൂച്ച നമ്മൾ പലതരത്തിലുള്ള പൂച്ചകൾ ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ പലതരത്തിലുള്ള ഇരുകാലി ജീവികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെയാണ് ചോദിച്ചതിനെല്ലാം നമുക്ക് അതിനുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമാണെന്നുള്ളതാണ്. ഡെനിസോവൻ എന്ന് പറയുന്ന നമുക്കൊരു ഇതിന്റെ കണ്ടുപിടിക്കുന്നത് 2008 2008 സൈബീരിയയിലെ ഡെനിസോവ ഗുഹയിൽ നിന്നും കുഴിച്ചു കിട്ടിയ ഒരു വിരൽ അസ്ഥിയിൽ നിന്നും വേർതിരിച്ചെടുത്ത മൈറ്റോകോൺഡ്രിയൽ DNA അതിലേക്ക് ഞാൻ പിന്നെ വരാം. അത് അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനൊരു മറ്റ് ജീവിവർഗം അതുവരെ ലഭിച്ചുള്ള മറ്റ് ജീവിവർഗങ്ങളുടെ DNA നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനൊരു ജീവിവർഗം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന അതുവഴിയാണ്. അങ്ങനെ ഒരുപാട് ഡെനിസോവനുകൾ എന്ന് പറയുന്ന ഒരു ജീവിവർഗം
ഈ മനുഷ്യരിലേക്കുള്ള നമ്മളിലേക്കുള്ള പരിണാമത്തിന്റെ പാതയിൽ ഡെനിസോവനുകൾ എന്ന് പറയുന്ന ഒരു ജീവിവർഗം ഉണ്ടായിരുന്നു. അത് ഏകദേശം 2,80,000 വർഷം മുതൽ 25,000 വർഷങ്ങൾ മുമ്പ് വരെ ഇത് ജീവിച്ചിരുന്നു. നമ്മുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു, നമ്മുടെ ഇപ്പോഴത്തെ കാലത്തിന് അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. 25,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ജീവികൾ പിന്നെ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ഇത് കൊടുത്തിരിക്കുന്ന ആ സ്പീഷീസിന്റെ അസ്ഥി കിട്ടിയ ഒരു ഫോട്ടോ, ഗുഹയുടെ ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് അതിന്റെ ഏതാണ് അതിന്റെ ലൊക്കേഷൻ എന്നാണ് ആ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഭാഗത്ത് പോയ അസ്ട്രോളോപിത്തക്കസ് അവരുടെ ആ പിന്നെ പിന്മുറക്കാര് ഡെനിസോവനുകളായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഈ ഡെനിസോവനുകളുടെ DNA ഇപ്പോഴുള്ള ഈ ഓസ്ട്രേലിയയിലുള്ള ആദിവാസികള്, പിന്നെ ഓഷ്യനേഷ്യക്കാര്, പോളിനേഷ്യക്കാര്, ഫിജി, കിഴക്ക് ഇന്തോനേഷ്യക്കാർ, ഇവരിലൊക്കെ ഈ ഡെനിസോവനുകളുടെ DNA പ്രസന്റ് ആണ്. ഡെനിസോവനുകളുടെ DNA അവരിലും കാണുന്നുണ്ട്. അവര് ശരിക്കും ആ ഡെനിസോവനുകൾ ഇതേപോലെ തന്നെ ടൂൾസ് ഉപയോഗിച്ചിരുന്നു. ടൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഹോമോസാപ്പിയൻസിന്റെ മാത്രം ഇതല്ല, ആ ജീവിവർഗവും ടൂൾസുകൾ ഉപയോഗിച്ചു. അതിന്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. അതെ 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 അതെ. അവര് പക്ഷെ ഇത് ഈ വർഗങ്ങളൊക്കെ നശിച്ചുപോയി എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അവരെ വംശനാശം വന്നുപോയി. നമ്മളെന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ് അതെപ്പോഴുണ്ടായി എന്നുള്ളതാണ് ചോദ്യം. നമ്മള് ഇവരുടെ പിൻഗാമികൾ അല്ല. നിയാണ്ടർ, അതായത് 1756 ജർമ്മനിയിലെ നിയാണ്ടർതാൾ താഴ്വരയിൽ നിന്ന് ലഭിച്ച അസ്ഥികൂടങ്ങൾ വെച്ച് നോക്കുമ്പോഴാണ് നോക്കുമ്പോൾ അവരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോമോ നിയാണ്ടർതാളുകൾ എന്ന് വിളിക്കുന്നത്. ഏകദേശം 4 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് 40,000 വർഷങ്ങൾ വരെ 40,000 വർഷങ്ങൾ വരെ ഈ നിയാണ്ടർതാളുകൾ ജീവിച്ചിരുന്നതായിട്ടാണ് നമ്മൾ കരുതുന്നത്. മറ്റൊരു ഇതാണ് ഹോമോ ഫ്ലോറൻസിയസ് എന്ന് പറയും. അത് ഇന്തോനേഷ്യയിലെ ഒരു ഫ്ലോറസ് ദ്വീപിൽ നിന്ന് കിട്ടിയ പിന്നെ ഫോസിലുകളാണ്. അതും ഈ പറയുന്ന അതിന്റെ ഫോസിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇതിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു ജീവഘടനയാണ് അതിനുള്ളത്. കുറഞ്ഞു പോയത് എന്ന് ചോദിക്കുന്നത് നമ്മൾ നേരത്തെ ഹിമയുഗ സമയത്ത് മഞ്ഞ് ഉറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇവിടുന്ന് ആ ദ്വീപിലേക്ക് പോയതാണ്. പക്ഷെ പിന്നീട് ഇത് മഞ്ഞ് ഉരുകി ഇത് കഴിഞ്ഞ് അവർക്ക് പുറത്തേക്ക് കടക്കാൻ വന്നു. അങ്ങനെ അവിടെ നിന്നവർക്ക് അവിടുത്തെ കാലാവസ്ഥയിൽ അവർക്ക് ജീവിക്കാൻ വേണ്ടി അവരിലുണ്ടായ മാറ്റമാണ് അവരുടെ ഉയരം കുറയ്ക്കാൻ ഇടയാക്കിയെന്നാണ് പറയുന്നത്. അങ്ങനെ 1 മീറ്റർ മാത്രം നീളമുള്ള 3 അടി 7 ഇഞ്ച് നീളമുള്ള ജീവികളായിരുന്നു. അവർ ഏകദേശം 10 ലക്ഷം വർഷങ്ങൾ മുമ്പ് വരെ അവിടെ ഉണ്ടായിരുന്നതാണ്. 10 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെ. അപ്പൊ അവരുടെ അവശിഷ്ടങ്ങൾ കിട്ടിയ ഒരു ഗുഹയാണിത്. ഈ ഗുഹയിൽ നിന്നാണ് അവർ അവശിഷ്ടം കിട്ടുന്നത്. ആ കൊടുത്തിരിക്കുന്നത് ആ ഇന്തോനേഷ്യയിലെ ആ ഒരു ദ്വീപാണ്. ആ ദ്വീപിന്റെ ആണ് ഞാൻ ചുവപ്പിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ പറയുന്നതല്ല. ഈ പരിണാമത്തിന്റെ കഥകളൊക്കെ ശാസ്ത്രം അതിനുള്ള തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇതാണ് ഫിലിപ്പീൻസിൽ ലുസോണിൽ കണ്ടെത്തിയ പുരാതന മനുഷ്യവർഗം. അത് ഹോമോ ലുസോസെൻസുകൾ എന്നാണ് അവര് അറിയുന്നത്. 2010 അവരുടെ ഫോസിലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവര് ഏകദേശം 1,34,000 വർഷം മുമ്പ് വരെ ജീവിച്ചിരുന്ന ഒരു ജീവിവർഗമായിട്ടാണത് പറയുന്നത്. 2023 നടത്തിയ പഠനം കണ്ടത്. അപ്പൊ അത് ഹോമോ ലൂസോസെൻസുകൾ. ഇതും മനുഷ്യർ ഒരു ഇരുകാലിൽ നടന്നിരുന്ന മറ്റൊരു ജീവിവർഗമായിരുന്നു ഇതും. അവരുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഒരു ഗുഹയുടെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മള് ആരാണ് ആധുനിക മനുഷ്യൻ, നമ്മൾ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിക്കും നമ്മൾ ഇപ്പൊ കണ്ടത് ഇതേപോലുള്ള നിരവധി മനുഷ്യവർഗങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ഇരുകാലിൽ നടക്കുന്ന നിരവധി മനുഷ്യവർഗങ്ങളെ നമ്മൾ ഇപ്പൊ പരിചയപ്പെട്ട് കഴിഞ്ഞു. അതിൽ നിന്ന് ഹോമോസാപ്പിയൻസ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. ഈ ഹോമോസാപ്പിയൻസിന്റെ പ്രത്യേകത എന്താണ്? ശരിക്കും ഹോമോസാപ്പിയൻസ് നമ്മൾ ചിന്തിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ചിന്താശേഷി നമ്മളിൽ ഹോമോസാപ്പിയൻസിലുണ്ട്. അതാണ് നമ്മൾ നേരത്തെ ഒരു കോഗ്നിറ്റീവ് റെവല്യൂഷനെ കുറിച്ച് പറഞ്ഞു. മാത്രവുമല്ല, ഇന്ന് നിലനിൽക്കുന്ന പ്രൈമേറ്റുകളിൽ മറ്റ് ജീവിവർഗങ്ങളെ കൂടെ ഏത് ജീവിവർഗത്തേക്ക് നോക്കിയാലും
പ്രൈമേറ്റുകളെ നോക്കിയാലും ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുകയാണ്. 800 കോടി ഹോമോ സാപ്പിയൻസ് ഇന്ന് ജീവിവർഗമാണ് ഈ ലോകത്തോട്. 800 കോടി ഇപ്പോഴെ അവസാനത്തേത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇരുകാലി നടത്തം ശീലിച്ച ജീവികളില് ഏറ്റവും അവശേഷിക്കുന്ന ഒരു ഇനമാണ് ഈ പറയുന്ന നമ്മള് ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസ് രോമമില്ല, ഇരുകാലുകളിൽ നടക്കുന്നു, ഉയർന്ന ബുദ്ധി, ഇവയൊക്കെയാണ് ഈ ഹോമോജെനിസിലുള്ള ഈ വർഗത്തിന്റെ പ്രത്യേകത. അവരാണ് ശരിക്കും 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിന്റെ ഒരു ആവിർഭാവം ആഫ്രിക്കയില് ആവിർഭവിക്കുന്നത്. ഈ ആദിമ മനുഷ്യന് തുല്യമായ രീതിയിൽ ഉള്ള ശരീര ഘടനകളുമായിട്ട് 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആവിർഭവിക്കുന്നു. അത് മനുഷ്യ പരിണാമത്തില് ഹോമോസാപ്പിയൻസിന്റെ പരിണാമത്തില് കിട്ടിയിട്ടുള്ള നിരവധി ഫോസിലുകളുണ്ട്. മൊറോക്കോയിലെ ജബൽ ഇർഹഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 3,15,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോസിൽ കിട്ടിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിലെ ഫോറിസ് ബാദ് എന്ന സ്ഥലത്ത് നിന്ന് 2,59,000 വർഷങ്ങൾക്ക് മുമ്പുള്ള കിട്ടിയിട്ടുണ്ട്. എത്യോപ്യയിലെ 2,33,000 വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ട്. ദക്ഷിണ ഗ്രീസിലെ ഒരു ഗുഹയിൽ നിന്നും 2,11,000 വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ട്. അതായത് ഹോമോസാപ്പിയൻസ് ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആവിർഭവിച്ചു എന്ന് ഉള്ള തെളിവുകളാണ്. അതാണ് നമ്മൾ പല ഈ സാപ്പിയൻസിനെ കുറിച്ച് നമ്മൾ പല പ്രഭാഷണങ്ങളിലും സാപ്പിയൻസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആണ് ആവിർഭവിച്ചത് നമ്മൾ പറയുന്നത് ഈ തെളിവുകളുടെ, ഈ ഫോസിലുകളുടെ അടിസ്ഥാനത്തിലാണ്. നേരത്തെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് നമ്മൾ പറഞ്ഞിരുന്ന ഈ സാപ്പിയൻസ് എങ്ങനെ പുറത്തേക്ക് പോയെന്നുള്ളത്. 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്നും ഈ പറയുന്ന പോലെ നേരത്തെ കാണിച്ച ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ലോകമെമ്പാടും സാപ്പിയൻസിന്റെ ഒരു വർഗം വ്യാപിക്കുന്നുണ്ട്. 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പാർട്ടിലൂടെ നേരത്തെ വീഡിയോയിൽ അത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഏകദേശം ഒരു 50 ഇത് നമുക്ക് നോക്കി അറിയാം. 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉരുത്തിരിഞ്ഞ 70,000 വർഷങ്ങളായപ്പോഴത്തെ ഇന്ത്യയിൽ എത്തുന്നുണ്ട്. അമേരിക്കയിൽ ഈ വർഗം ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലും എത്തുന്നുണ്ട്. അതിനുശേഷം ആ വർഗത്തിന് ശേഷം നേരത്തെ മനോജ് സാർ പറഞ്ഞതുപോലെ ആ വർഗത്തിന്റെ അവശേഷിപ്പുകൾ നമുക്ക് അധികം കാണില്ല എങ്കിലും ഏകദേശം 70,000 തൊട്ട് 50,000 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് വീണ്ടും ഒരു കുടിയേറ്റം പല മേഖലയിലേക്ക് നടക്കുന്നുണ്ട്. 2 കുടിയേറ്റമാണ് സാപ്പിയൻസിന്റേതായിട്ട് കാണുന്നത്. ആദ്യത്തേത് ഔട്ട് ഓഫ് ആഫ്രിക്ക 1, രണ്ടാമത് ഔട്ട് ഓഫ് ആഫ്രിക്ക 2. ഇതിൽ 70,000 തൊട്ട് 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ തന്നെ ആഫ്രിക്കയിൽ നിന്നും കുടിയേറ്റം നടന്നു. അവര് ലോകമെമ്പാടും വ്യാപിച്ചു. ആ വ്യാപനത്തിന്റെ പിന്മുറക്കാരാണ് ശരിക്കും ആധുനിക മനുഷ്യൻ, നമ്മൾ എന്ന് പറയുന്നത്. അതാണ് ആ ഒരു ഈ പറഞ്ഞതാണ് അതിന്റെ ഈ സമയത്ത് മനുഷ്യന്റെ ഒരു പരിണാമത്തിന്റെ ഒരു കഥയെന്ന് പറയുന്നത്. ഇത് ചിത്രം നോക്കി അറിയാം. എല്ലാ ദേശങ്ങളിലേക്കും ഇത് വ്യാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിനെന്താണ് തെളിവ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ട് മറ്റ് ഇപ്പൊ ചൈനയിലുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ സൈബീരിയയിലുള്ള ആള്, അല്ലെങ്കിൽ എന്താണ് തെക്ക് കിഴക്ക് ഏഷ്യയിൽ ഉള്ള ആൾക്കാർ, ഫിജിയിലുള്ള ആൾക്കാർ, ഫിൻലൻഡിലുള്ളവര്, ഇവരൊക്കെ വ്യത്യസ്തമായ രീതിയിൽ പരിണമിച്ച് വന്നതല്ലേ? ഇവരുടെയൊക്കെ ഒറിജിൻ എന്തുകൊണ്ടാണ് ആഫ്രിക്കയിൽ എന്ന് നമുക്ക് ചോദിക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതെല്ലാം കൂടെ ആഫ്രിക്കയിൽ കൊണ്ട് കെട്ടുന്നത് എന്നൊരു ചോദ്യമാണ് ഉള്ളത്. പക്ഷേ മനസ്സിലായി, നമ്മുടെ ഇതിനറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു ജനിതക ശാസ്ത്രവും ജിനോമിക്സും ഒക്കെ വളർന്നു വന്നപ്പോൾ ജീനുകളുടെ പഠനം ആസ്പദമാക്കി നോക്കുമ്പോൾ നമുക്കറിയാം, നേരത്തെ രാവിലെ പറഞ്ഞതുപോലെ ഡി എൻ എ പഠനങ്ങള്, DNA ഉണ്ടാകുന്ന മ്യൂട്ടേഷനുകള്, ഈ മ്യൂട്ടേഷൻസ് അനുസരിച്ച് ആ മ്യൂട്ടേഷൻ അനുസരിച്ച് ഓരോ ഗ്രൂപ്പുകളായിട്ട് മാറ്റാൻ പറ്റും. മ്യൂട്ടേഷൻ ഹാപ്ലോ ഗ്രൂപ്പുകൾ എന്നാണ് പറയുന്നത് ഓരോ മ്യൂട്ടേഷൻ സംഭവിച്ചത്. ലോകത്തുള്ള ഇപ്പൊ നിലവിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും DNA പരിശോധിക്കുമ്പോൾ അവര് ഈ ആഫ്രിക്കയിലുള്ള L3 ഗ്രൂപ്പ്, L3 എന്ന് പറയുന്ന ഹാപ്ലോ ഗ്രൂപ്പിലെ അംഗങ്ങളാണ്. 70,000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. ആ മ്യൂട്ടേഷനാണ് L3. ആഫ്രിക്കയിലെ ഇതേപോലെ ഇതിനു മുമ്പും L1 അങ്ങനെ L2 ഇങ്ങനെയുള്ള നിരവധി മ്യൂട്ടേഷനുകൾ നടന്നിട്ടുള്ള നിരവധി മനുഷ്യർ അവിടെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അവരുടെ ജീനുകൾ പരിശോധിച്ചാൽ ആ ഗ്രൂപ്പുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെ ഒരു മനുഷ്യ വൈവിധ്യത്തിന്റെ ഒരു മേഖലയാണ് ആഫ്രിക്ക എന്ന് പറയുന്നത്.
അവിടെ ഉള്ള L3 ഗ്രൂപ്പ്, L3 എന്ന് പറഞ്ഞ ഹാപ്ലോ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ പൂർവികരും നമ്മുടെയൊക്കെ പിന്മുറ എന്ന് പറയാൻ നമ്മൾ പിന്നോട്ട് ചെല്ലുകയാണെന്നത് നമ്മളെല്ലാം ആഫ്രിക്കയിൽ നിന്നാണ് എന്നുള്ളതാണ് നമ്മുടെ ജിനോം പഠനങ്ങളിൽ തെളിയിക്കുന്നത്. ഇത് എങ്ങനെയെന്ന് നോക്കി നമുക്കറിയാം. നമുക്ക് നേരത്തെ ഒരു ജനറേഷൻ പറഞ്ഞു, നമുക്കെല്ലാം ക്രോമസോമുകളെ കുറിച്ച് DNA കുറിച്ചും ഒക്കെ അറിയാമല്ലോ. എക്സ് ക്രോമസോം, Y ക്രോമസോം, XY ചേരുമ്പോൾ പുരുഷനും അല്ലെ, XX വരുമ്പോൾ സ്ത്രീയും ഉണ്ടാകുന്നു. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഇതില് ഈ Y ക്രോമസോമുകൾ പുരുഷനിൽ കൂടെയാണ് മാത്രം പാസ് ചെയ്യുന്നതാണ്. പുരുഷനിൽ മാത്രമേ Y ക്രോമസോമുകളുള്ളൂ. അപ്പൊ നമ്മൾ Y ക്രോമസുകളുടെ പാത്ത് നോക്കി പോവുകയാണെങ്കിൽ നമ്മുടെ പൂർവികരെ കണ്ടെത്താൻ പറ്റും. അതേപോലെ ഒന്നാണ് നമുക്ക് മൈറ്റോകോൺഡ്രിയൽ DNA എന്ന് പറയും. ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ അമ്മ ആരാണെന്നുള്ളതും നമുക്ക് എവിടെ നോക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 750 അല്ലെങ്കിൽ 7500 തലമുറ പിന്നിലേക്ക് ചെല്ലുമ്പോഴത്തെ ഇതൊക്കെ ചെന്ന് നിൽക്കുന്നതും ആഫ്രിക്കയിൽ തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹോമോ സാപ്പിയൻസിന്റെ ഉത്ഭവം ആഫ്രിക്കയിൽ നിന്നാണ്. പക്ഷെ ഇതിനർത്ഥം സാപ്പിയൻസ് മാത്രം ഉണ്ടായിരുന്നുള്ളതല്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിരവധി ഇരുകാലിൽ നടക്കുന്ന കഴിവുള്ള നിരവധി മനുഷ്യവർഗങ്ങൾ ഭൂമിയിലെമ്പാടും ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് വംശനാശം സംഭവിച്ചു എന്നുള്ളത് പല സിദ്ധാന്തങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഈ പറയുന്ന ഈ യുവാൽ നോവ ഹരാരിയുടെ ഹോമോ സാപ്പിയൻസിൽ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നത് നമ്മൾ സാപ്പിയൻസ് ഇവരെ എല്ലാം കൊല്ലുകയായിരുന്നു എന്ന്, മറ്റ് വർഗങ്ങളെ കൊല്ലുകയായിരുന്നു എന്നുള്ളൊരു സിദ്ധാന്തം. പക്ഷെ അത് മാത്രമല്ല, ഇപ്പോഴും നമ്മൾ മനുഷ്യരിലും നിയാൻഡർതാളുകളുടെ DNA നമ്മളിലും അടങ്ങിയിട്ടുണ്ട്. അതിനർത്ഥം ഇവരെല്ലാം തമ്മിൽ ഒരിക്കൽ എപ്പോഴും വേർതിരിഞ്ഞു പോവുകയും വീണ്ടും ഒത്തുചേരുകയും വീണ്ടും പുതിയ ഇണചേരുകയും പുതിയ ജീവങ്ങള് നിർമ്മിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഈ പറയുന്ന പല ഇരുകാലിലുള്ള പല ജീവിവർഗങ്ങളില് അവശേഷിച്ചത് നമ്മൾ മാത്രമാണ്. ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് മാത്രമാണ് മനുഷ്യവർഗം, ഇപ്പോഴത്തെ ഈ മനുഷ്യവർഗം. അപ്പൊ നമ്മള് ശരിക്കും ഈ മനുഷ്യ പരിണാമത്തില് നമ്മൾ സാപ്പിയൻസിന്റെ പരിണാമമാണ് ശരിക്കും മനുഷ്യൻ നമ്മളിങ്ങനെ കൂട്ടിയിട്ട് ജീവിയായി വന്നു എന്നുള്ളതാണല്ലോ പരിണാമം. പരിണാമം എന്ന് പറയുന്നത് ശരിക്കും ഈ മനുഷ്യൻ ഇരുകാലം രണ്ടുകാലം നടന്നെടുത്ത് വെച്ച് അങ്ങ് തീരുകയല്ല, വീണ്ടും ഉണ്ട്. 34 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു നമ്മള് കല്ലുകൾ ആയുധമാക്കി നമ്മൾ ഉപയോഗിച്ചു ഈ ഇരുകാലി മനുഷ്യര്. അത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് വരെ എത്ര വർഷമാണ്? 33,80,000 വർഷം വരെ മനുഷ്യര് ഇരുകാലിയിലുള്ള ജീവികള് ജീവിച്ചിരുന്ന ഒരു കല്ല് ആയുധമാക്കിയാണ് ഇത്ര കാലയളവ് ജീവിച്ചിരുന്നത്. ഏകദേശം കൃഷി ആരംഭിച്ചത് വെറും 11,000 വർഷങ്ങൾക്ക് മുമ്പുമാണ്. കൃഷി 11,000-50,000 വർഷങ്ങൾക്ക് മുമ്പ് കൃഷി ആരംഭിച്ചു തുടങ്ങി. നമ്മൾ കുറെ ജീവികളെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയത് 10,000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. ലോകത്തിലെ ഈ കൃഷി ആരംഭിക്കുന്ന പല പ്രദേശങ്ങളിലും നമ്മൾ ഈ പറയുന്ന കൃഷി ഒരേ സമയം തന്നെ ആരംഭിച്ചു. നെൽകൃഷി തുടങ്ങുന്നത് ചൈനയിൽ നിന്നാണ്. ഗോതമ്പ് ബാധയൊക്കെ നമ്മൾ ഈ പറഞ്ഞ മെസൊപ്പൊട്ടേമിയ ഈ ഭാഗങ്ങളിലേക്ക് വരും. അങ്ങനെ കൃഷിയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞ് നമ്മൾ ഈ പറയുന്ന ഈ ചെമ്പ് ഇത് കല്ലിൽ നിന്ന് മാറി ഒരു ലോഹം വേർതിരിച്ച് ലോഹം ഉപയോഗിച്ച് നമ്മൾ ആയുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി വെറും 4,500 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. ഏകദേശം നമ്മൾ ഈ പറയുന്ന 65 ലക്ഷം വർഷത്തെ മനുഷ്യ പരിണാമ കഥയില് വെറും 4,500 മുമ്പ് മാത്രമാണ് നമ്മൾ ചെമ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ചെമ്പ് എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ചെമ്പ് നമുക്ക് സ്വതന്ത്രമായിട്ട് നമുക്ക് ഭൂമിയിൽ നിന്ന് ലഭ്യമാണ്. പെട്ടെന്ന് ഉരുക്കി ഇത് എടുക്കാൻ പറ്റും. ചെമ്പാണ് ആദ്യമേ നമുക്ക് വേദിച്ചെടുക്കുന്നത്. ചെമ്പ് എന്നുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അത്ര ലോഹമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും അത് ഈ പറയുന്ന പോലെ സ്ട്രെങ്ത് കുറവാണ്, ഷാർപ്പായിട്ടുള്ള എഡ്ജില്ല. അപ്പോഴും ശിലകളെ തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ചെമ്പ് 4,500 വർഷം മുമ്പ് ചെമ്പ് കണ്ടുപിടിച്ചെങ്കിലും 2000 വരെ നമ്മൾ BC 2000 വരെ നമ്മൾ ശിലകൾ വീണ്ടും ആയുധമായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം ചെമ്പിന്റെ ആ ഒരു പ്രോപ്പർട്ടിയുടെ കുറവാണ്, സ്ട്രെങ്ത് കുറവാണ്. അതിനുശേഷം കുറെ കൂടി വെങ്കലയുഗത്തിലേക്ക് വരികയാണ്. വെങ്കലയുഗം കണ്ടുപിടിക്കുന്നത് ഈ ഇതിലുള്ള ചില ഇമ്പ്യൂരിറ്റീസ് ചേർന്നിട്ടുള്ള അയിരുകൾ ഇവർക്ക് ആദ്യമായി ലഭിക്കുന്നുണ്ട് ഈ ജോർജിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്. അപ്പൊ ആ ഭാഗത്ത് നിന്ന് ലഭിച്ച് അത് വെച്ചാണ് അതിന് വെങ്കലം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് ഇവർ ഈ ചെമ്പിനോടൊപ്പം ചേർന്ന് മറ്റ് ലോഹങ്ങളോട് ഉരുക്കി ചേർത്ത്
അലോയ്സ് ഉണ്ടാക്കാം എന്നുള്ളൊരു സാങ്കേതിക വിദ്യ പഠിക്കുകയും അതിന്റെ ഫലമായിട്ടാണ് വെങ്കല യുഗം വരുന്നത്. എന്നിട്ട് 3300 വർഷം തൊട്ട് 1200 വർഷം മുമ്പ് വരെ 1200 വർഷം മുമ്പ് വരെ നമ്മൾ ചെമ്പാണ് വെങ്കലം ആണ് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 1200 വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും 1500 BC എത്തും. അതായത് ഇപ്പോഴേക്ക് 3500 വർഷങ്ങൾ മുമ്പാണ് നമ്മൾ ഇരുമ്പ് കണ്ടുപിടിക്കുന്നത്. ഇരുമ്പാണ് ശരിക്കും നമ്മുടെ മനുഷ്യന്റെ ഹോമോസാപ്പിയൻസിന്റെ എന്താണ് ഇപ്പോഴത്തെ ഈ നിലയിൽ എത്താനുള്ള മെയിൻ കാരണം ഇരുമ്പിനെ മെരുക്കിയതാണ്. ഇരുമ്പെന്ന് പറയുന്ന ഒരു അയിരുകൾ നമുക്ക് അയിരിൽ പല രൂപത്തിൽ ലഭ്യമാണ്. ശരിക്കും ഇരുമ്പ് ഈ ഉൽക്കാശിലകളിൽ നിന്ന് ഇരുമ്പ് ലഭിക്കും. ഉൽക്കകൾ വന്ന് ഭൂമിയിൽ വീഴുന്ന ഇരുമ്പ് ലഭ്യമാണ്. അങ്ങനെ പരത്തി അത് അവരുപയോഗിച്ചിട്ട് ടൂൾസ് ഒക്കെ ഹാർഡായിട്ടുള്ള ടൂൾസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിലും അയിരുകൾ കണ്ടെത്തിയ ഒരു ലോഹവിദ്യയിലൂടെ ഇരുമ്പിനെ എടുക്കാൻ അത് ചെമ്പിൽ നിന്നും വെങ്കലത്തിൽ നിന്നൊക്കെ അവർ ആർജിച്ചെടുത്ത ഒരു സാങ്കേതിക വിദ്യ ഇരുമ്പിലേക്കൂടെ പ്രയോഗിക്കുകയായിരുന്നു. ഇരുമ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മനുഷ്യന്റെ ജീവിത രീതി എല്ലാം മാറി. ഇപ്പോഴും ആ ഇരുമ്പ് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ഏത് സാധനവും നമ്മൾ ഇരുമ്പിന്റെ അംശമാണ്. നമ്മൾ പ്ലേറ്റ് അത് കാർബണിന്റെ അളവ് ഏത് രീതിയിൽ കാർബണിന്റെ അളവ് ചേർക്കാം, അതനുസരിച്ച് അതിന്റെ ഹാർഡ്നെസ് മാറുന്നത്. ഈ സാങ്കേതിക വിദ്യയൊക്കെ നമ്മൾ പതുക്കെ മനസ്സിലാക്കി എടുക്കുകയായിരുന്നു. നമുക്കറിയാം നമ്മൾ ഏത് വീടില് കോൺക്രീറ്റ് ഇരുമ്പാണ്, ഇവിടെ സ്ട്രക്ചർ ഇരുമ്പാണ്, നമ്മുടെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇരുമ്പാണ്, മറ്റേത് സാധനം എടുത്താലും അതിലെല്ലാം ഇരുമ്പിന്റെ അംശം ഉള്ളതുകൊണ്ട് ആ ഇരുമ്പ് യുഗം അതായത് 1500 BC ആരംഭിച്ച ആ ഇരുമ്പ് യുഗം ഇപ്പോഴും നമ്മൾ തുടർന്നു പോരുകയാണ്. ഇതിനിടയിലാണ് ഈ പറയുന്ന പോലുള്ള വെറും 5000 വർഷങ്ങൾക്ക് മുമ്പ് സിന്ധു നദീതട സംസ്കാരം രൂപപ്പെടുന്നത്, സംസ്കാരങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നത്. അതിനുശേഷം ഒരു 1700 അല്ലെങ്കിൽ 1800കളിലാണ് ഈ കാലഘട്ടത്തിലാണ് വ്യവസായ വിപ്ലവം വരുന്നത്. അവിടെ തൊട്ടാണ് ശരിക്കും ഹോമോസാപ്പിയൻസ് നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യരായിട്ട് രൂപപ്പെടാനുള്ള പ്രധാന കാരണം വ്യവസായ വിപ്ലവമാണ്. അതിൽ നിന്ന് ലഭിച്ച നമ്മുടെ സാങ്കേതിക വിദ്യകൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കൽക്കരിയാണെന്ന് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത്. കൽക്കരി ഖനികളില് വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ചതാണ് ഈ പമ്പുകൾ, ആവി എഞ്ചിനൊക്കെ അതിനുവേണ്ടി കണ്ടുപിടിക്കും. കൽക്കരി ഖനികളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കളയുക എന്നുള്ളതായിരുന്നു ആദ്യം തുടങ്ങുന്നത്. നമ്മൾ സയൻസ് ആയിരുന്നില്ല, ആദ്യം ടെക്നോളജിയാണ് തുടങ്ങുന്നത്. ടെക്നോളജി അങ്ങനെ വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി അവിടെയുള്ള അധ്വാനിക്കുന്ന, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ രാവിലെ നമ്മുടെ മനോജ് സാർ പറഞ്ഞ പോലെ തന്നെ അധ്വാനിക്കുന്ന ആൾക്കാർ തന്നെയാണ് ആദ്യം ഇതൊരു പല സാങ്കേതിക വിദ്യകൾ രൂപപ്പെടുത്തി എടുക്കുന്നത്. വ്യവസായ വിപ്ലവം നമ്മൾ പറഞ്ഞ പോലെ കൃഷിയിലാണെങ്കിലും മറ്റ് മേഖലകളിലാണെങ്കിലും ഉൽപ്പന്നങ്ങളിലൊക്കെ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ് വരുത്തിയത്. അതിന്റെ റിസോഴ്സസിന് വേണ്ടിയാണല്ലോ പിന്നീടുള്ള കൊളോണലൈസേഷനും മറ്റു യുദ്ധങ്ങളും ഒക്കെ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ്. വ്യവസായ വിപ്ലവം 1760 1740 നടന്നു. അതിനുശേഷം വരുന്ന 2000-ലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഇൻഫർമേഷൻ യുഗത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇത് ഈ ഒരു സാമൂഹിക പരിണാമത്തിന്റെ ഒരു ചരിത്രമാണ്. ഈ ചരിത്രം രാജശേഖര സാർ ഒരു പക്ഷേ വിശദമായിട്ട് എടുക്കുമായിരിക്കും. ഇൻഫർമേഷൻ യുഗത്തിൽ പിന്നെ നമ്മൾ വരുന്നത് യുദ്ധങ്ങളിലേക്കാണ്. സാപ്പിയൻസിന്റെ ചരിത്രം, സാപ്പിയൻസിന്റെ പരിണാമം പറയുമ്പോൾ നമ്മൾ സാപ്പിയൻസ് ആയിട്ട് വന്നാൽ മാത്രം പറഞ്ഞാൽ പോരാ. നമ്മൾ മാത്രമേ ഉള്ളൂ ഭൂമിയിൽ ഒരു ഇരുകാലികൾ നടക്കുന്ന ജീവി എന്ന് പറഞ്ഞ സാപ്പിയൻസ് മാത്രമേ ഉള്ളൂ. അതേസമയം ഒരു 20 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 10 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇരുകാലിൽ നടക്കുന്ന പല ജീവിവർഗങ്ങൾ ഭൂമിയിലുണ്ടായിരുന്നു. നമ്മൾ സാപ്പിയൻസ് മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. അപ്പോഴാണ് ഈ യുദ്ധങ്ങൾ വരുന്നത്. ഇതിന്റെ ഏറ്റവും ഈ ഡെവലപ്മെന്റ് നമ്മൾ സാപ്പിയൻസ് ഏറ്റെടുത്ത ഈ പുരോഗതികളുടെയൊക്കെ ഫലമായിട്ട് കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ള പുതിയൊരു സംഗതിയിലേക്ക് വന്നെത്തിയിരിക്കുന്നു. ഈ കാലാവസ്ഥാ വ്യതിയാനം കൂടെ വന്നു കഴിയുമ്പോഴത്തെ എന്താണ് ഹോമോസാപ്പിയൻസിന്റെ ഭാവി എന്നുള്ളതാണ്. ഈ സാപ്പിയൻസ് മനുഷ്യവർഗത്തിന്റെ പരിണാമം വരുമ്പോൾ നമ്മൾ ഇതിലൂടെ ഈ ഭാഗം കൂടെ നമ്മൾ അതിന്റെ പാർട്ടാകുന്നത്. സാപ്പിയൻസിന്റെ ഭാവി എന്താണ്? നമുക്ക് പിന്നോട്ട് നോക്കിയാൽ നമ്മൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങളാണ് ഓരോ ജീവിവർഗങ്ങൾ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളത്, ഇപ്പോഴും ജീവിക്കുന്നത്. എന്നാൽ സാപ്പിയൻസ് ഉത്ഭവിക്കുന്ന നമുക്കറിയാം ഇതിലേക്ക് എത്തുന്നത് 2 ലക്ഷം വർഷം മുമ്പ്. അതിനുശേഷം നമുക്ക് ശരിക്കും പറഞ്ഞാൽ 70,000 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു മനുഷ്യന്റെ ആ ഒരു യാത്ര. ഏറ്റവും ഈ ഇരുകാലിൽ ജീവിക്കുന്നത് സാപ്പിയൻസ് ആയിട്ടുള്ള മനുഷ്യരായിട്ടുള്ള നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഭൂമിയിൽ നിന്നും ഇതിന്റെ സാപ്പിയൻസ് എപ്പോഴും പൂർണ്ണമായും ഈ ഭൂമിയിൽ നിന്ന് ഏത് നിമിഷം വേണമെങ്കിലും
അപ്രത്യക്ഷമായി പോകാം. അങ്ങനെ വരുമ്പോൾ ഭൂമി ഉണ്ടാകും, മറ്റ് ഗിരിജാലയ ജീവികൾ ഉണ്ടാകും, മറ്റെല്ലാ ജീവர்களுം ഉണ്ടാകും. വീണ്ടും ഒരുപക്ഷെ പരിണാമം നടക്കുമായിരിക്കും. പക്ഷേ സാപ്പിയൻസിന്റെ പരിണാമം ഇവിടം കൊണ്ട് തീരും. ഇതാണ് നമുക്ക് പറയാനുള്ളത്.